നമസ്കാരമുണ്ട്. നമ്മളെ പാലക്കാടാട്ടോ. പാലക്കാട് ഒലവക്കോട് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി വന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന, അതായത് പാനിപ്പൂരി കച്ചവടത്തിനൊക്കെ പാനിപ്പൂരി പൊരിയൊക്കെ മേടിക്കുന്ന സ്ഥലം പാലക്കാടാണ്. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന പലരും പാലക്കാട്ടുകാരുണ്ട്. അപ്പോൾ എല്ലാവരോടും കൂടി പറയാനുള്ളത്, ഒരുപാട് നാളായി ഞാൻ പാലക്കാടൊക്കെ വന്ന് സാധനങ്ങൾ എടുത്ത് പോകുന്നു. ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. കാരണം ഉത്സവ കച്ചവടം സീസൺ കഴിഞ്ഞിട്ട് പ്രസവിച്ചു. ദൃശ്യയുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു ഏകദേശം അവളൊരു റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് ഫിനിഷായിരിക്കുകയാണ്. ഇപ്പോൾ ആൾക്ക് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വീണ്ടും കച്ചവടം കാര്യങ്ങളിലേക്കൊക്കെ കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മുടെ തള്ളുവണ്ടിയൊക്കെ പെയിൻറ്റിങ് കഴിഞ്ഞ് കിടക്കുകയാണ്. കുറച്ചും കൂടി പണികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഇനി കടക്കാൻ പോവുകയാണ്. അപ്പോൾ പാനിപ്പൂരി അതിലേക്കുള്ള സാധനങ്ങൾ പൊരിയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മഴയില്ല, ഇന്നലെ ഗംഭീര മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ മാർക്കറ്റ് പോയിട്ട് ഇവിടുന്ന് മിനി ബസ് കയറിയിട്ട് മാർക്കറ്റിൽ പോയി ഇറങ്ങിയിട്ട് സാധനങ്ങൾ എടുത്തിട്ട് വരും. ഞാൻ മാർക്കറ്റൊക്കെ കാണിച്ചു തരാം. ഓക്കെ. ഇപ്പോൾ നമ്മൾ പാലക്കാട് മാർക്കറ്റിലാണ്, പച്ചക്കറി എല്ലാം കിട്ടുന്ന മാർക്കറ്റിലാണ് വന്നിറങ്ങിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്കിതായി കാണുന്ന വഴിയിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, അവിടെയാണ് നമുക്ക് പാനിപൂരിയൊക്കെ കിട്ടുന്ന സ്ഥലം കേട്ടോ. പൊരിയും ചോളും അതുകൊണ്ട് വെയിറ്റ് ഇല്ല കേട്ടോ. ഒരു ചാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ 5 കിലോ ആണ് അതിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത്. പക്ഷേ നമുക്ക് തൂക്കി പിടിക്കാൻ ഞാനൊരു ചാക്ക് എക്സ്ട്രാ മേടിക്കും. എന്നിട്ടിതിൽ ഇങ്ങനെ കൈ പിടിക്കും. പിന്നെ നമുക്ക് പാനിപൂരി മേടിക്കാനുള്ളത്, കുറച്ച് പാനിപൂരി നമ്മുടെ വീട്ടിലുണ്ട്. പിന്നെ കുറച്ച് പാനിപൂരി കൂടി മേടിക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ മാർക്കറ്റിൽ പാലക്കാട് വന്നിട്ട് പാനിപൂരി എടുത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ കുറേ വർഷമായി നമ്മളിപ്പോൾ ഈ പരിപാടി ഇങ്ങനെ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മളെ മെസ്സേജുകൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാരിൽ ഇപ്പോൾ ഒരു ബിന്ദു എന്ന് പറഞ്ഞൊരു ചേച്ചി നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ പാലക്കാട്ടുകാരെ പുച്ഛാണെന്നൊക്കെ. അപ്പോൾ അത് നിങ്ങൾ ആലോചിക്കണം കേട്ടോ. കാരണം പാലക്കാടിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഓക്കെ. ഇപ്പോൾ നമ്മൾ തിരിച്ചു അതായത് ഇപ്പോൾ വന്ന ബസ് ഇപ്പോൾ തിരിച്ചു വരും. മിനി ബസ് അതൊരു 15 മിനിറ്റ് കൂടുമ്പോൾ ബസ്സുണ്ട് ഒലവക്കോട്. എന്താ പരിപാടി എന്നറിയില്ല. ഞങ്ങളുടെ ബസ് നോക്കിയിരിക്കുമ്പോഴാണ് ഇങ്ങനെ കൊട്ടൊക്കെ ആയിട്ട് പോകുന്നത്. പിന്നെ ഒരു മാവേലിന് നമുക്ക് നോക്കുമ്പോൾ കാണാം. എന്തെങ്കിലും വല്ല കടയുടെ പരസ്യമാണോ അതോ ഇപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും പിരിവ് ക്ലബിൻ്റെ വക എന്തെങ്കിലും പരിപാടികളൊന്നും അറിയില്ല കേട്ടോ. നമുക്ക് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള ബസ്സാണ് വരുന്നത് കേട്ടോ. പൊന്നു ബസ്. ആ ബസ്സിലാണ് നമ്മളിവിടുന്ന് പോവാം. ഈ പാലക്കാട് ടച്ച് ഉള്ള വീടുകൾക്കൊരു പ്രത്യേക ഭംഗിയാട്ടോ. കുറേ ഓടുപരകൾ കൂടുതൽ കാണാം. പിന്നെ ഇപ്പോൾ അതൊക്കെ ചിലതൊക്കെ മാറ്റി നല്ല നല്ല വാർപ്പ് വീടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ തൃശ്ശൂർ ജില്ലയുടെ വ്യത്യാസം നന്നായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിലുള്ള വീടുകളും പാലക്കാട് ഡിസ്ട്രിക്റ്റിലുള്ള വീടുകളൊക്കെ ഒരു വ്യത്യാസം നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുള്ളതാണ്. നല്ല രസമാണ് ഇങ്ങനെയുള്ള വഴികളിലൂടെ യാത്ര ചെയ്യാൻ. ഇതൊക്കെ കാണുമ്പോൾ കോയമ്പത്തൂർ പോലെയൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇവിടെ ബ്രാഹ്മൺസിൻ്റെ ഒക്കെ ഒരുപാട് ഏരിയകളുണ്ടെന്നുള്ളത്. ഏകദേശം ഇത് തന്നെയാണ് തോന്നുന്നത്. കാരണം ഒരുപാട് അമ്പലങ്ങൾ നമുക്ക് ഇത് കൂടെ പോകുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. പിന്നെ കോലൊക്കെ ഇട്ടിട്ടുള്ള മുറ്റങ്ങളൊക്കെ ഇങ്ങനെ കാണാം. ഒരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ നമ്മൾ പൊരിയൊക്കെ മേടിച്ചിട്ട് ഇതാ തൃശ്ശൂർക്ക് പോവുകയാണ്. തൃശ്ശൂർക്ക് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ പാലക്കാടാണ്. അപ്പോൾ ചാക്കിലാണ് സാധനങ്ങൾ. ചാക്ക് ഭയങ്കര വലുപ്പമുണ്ടാവും. പക്ഷേ വെയിറ്റ് കുറവാണ് കേട്ടോ. വെയിറ്റ് ഇപ്പോൾ കൂടി വന്നാൽ ഒരു 5.5-6 കിലോ അത്രേ ഉണ്ടാവുള്ളൂ. ഒരു ഇവിടുന്ന് ഒരു മെമോ ഉണ്ട്. പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ പോകുന്ന വണ്ടിയാണ് കേട്ടോ മെമോ. കൃത്യം 1 മണിക്കാണ് മെമോ. അപ്പോൾ 1 മണിക്കുള്ള മെമു ഷൊർണൂർ പോയി ഇറങ്ങിയിട്ട് പിന്നെ ഷൊർണൂരിൽ നിന്ന് ഒരു 2:30 വേറൊരു വണ്ടിയുണ്ട് വടക്കാഞ്ചേരിക്ക്. അതിൽ അങ്ങനെയാണ് നമ്മൾ പോവാറുള്ളത്.
അപ്പോൾ ഇത് കുറേ നാളുകൾക്ക് മുന്നേ നമ്മളിതേപോലെ സ്ഥിരമായിട്ട് വന്നു പോകുന്ന ഒരു സമയമാണ്. ഇപ്പോഴാണ് വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു വീഡിയോ നമ്മൾ പാലക്കാട് വന്നിട്ട് പാനിപൂരി ആയിട്ട് എടുക്കണ ഒരു വീഡിയോ നമ്മൾ ചെയ്തു തന്നു നോക്കാം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു ഫുഡ് കൗണ്ടറുണ്ട്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അപ്പോഴേക്കും ട്രെയിൻ വരും. കറക്റ്റ് ടൈമാണ്. ഇന്നലെ ഗംഭീര മഴ ആയതുകൊണ്ട് പാലക്കാട്ടേക്ക് വരാൻ പറ്റിയില്ല. റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുത്തിട്ട് ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് കളഞ്ഞു. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് പാലക്കാട് വന്ന് പാനിപൂരി എടുത്തിട്ട് പോകുമ്പോൾ കഴിക്കുന്ന ഒരു ഹോട്ടലാണ്. ഹോട്ടലിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റെയിൽവേയുടെ ഇതിൽ വരുന്ന ഒരു ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നല്ലൊരു ഫുഡ് അടിപൊളിയാണ്. ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നാണ് എനിക്ക് നല്ലൊരു ഫുഡ് തോന്നിയിട്ടുള്ളത്. കാരണം ഒലവക്കോട്, അതായത് ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി പുറത്തേക്ക് കടന്ന ഒരുപാട് ഹോട്ടലുകളുണ്ട്. പക്ഷെ അവിടെ എനിക്ക് നല്ലൊരു ഫുഡ് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഇവിടെ ആകുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് തൃപ്തിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു നല്ലൊരു ഹോട്ടലാണ്. ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ചിക്കൻ ബിരിയാണി, ഇവിടെ ചിക്കൻ ബിരിയാണി തന്നെ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. സാധാ റൈസൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ വന്ന് തന്നെ കഴിക്കും സാധാ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നല്ലൊരു ഫുഡ് കിട്ടണമെങ്കിൽ ഈ ഒരു ബിരിയാണി തന്നെ കഴിക്കണം, അല്ലാണ്ട് വേറെ മാർഗ്ഗമൊന്നുമില്ല. പിന്നെ അവർക്ക് ഇന്നലെ ഞാൻ മേടിച്ച് കൊടുത്തിട്ടുണ്ട്, വൈഫിനും കുട്ടിക്കൊക്കെ. ഉച്ചയ്ക്കും കുട്ടിക്ക് ഉണ്ണിക്കൊക്കെ ഞാൻ ഇന്നലെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ദമ്മ ബിരിയാണി മേടിച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ദമ്മ ബിരിയാണീനേക്കാളും ടേസ്റ്റ് സാധാ ബിരിയാണിയാണെന്ന് തോന്നുന്നു. നമ്മുടെ പാനിപൂരിയുടെ സാധനങ്ങൾ തൃശ്ശൂർ കിട്ടുമെന്നുള്ളൊരു സംശയം ഉണ്ടാവും. തൃശ്ശൂർ കിട്ടും, പക്ഷേ ഭയങ്കര വില കൂടുതലാണ്. ശരിക്കും ഇതിൻ്റെ ഒരു മാർക്കറ്റ് പാലക്കാടാണ്. പാലക്കാട് വന്നാലാണ് വളരെ റേറ്റ് കുറവാണ്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചാൽ ഞാൻ കഴിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. പ്രത്യേകിച്ച് പാലക്കാട്ടുകാർ, നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. നമ്മൾ ലൈവൊക്കെ ആയിട്ട് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ലൈവ് കുറേ നാളായി നമ്മൾ ഇട്ടിട്ടില്ല, പരമാവധി ഇടാം. ഓക്കെ.